ഇപ്പോൾ ഇതാ ചേന്ദമംഗലത്ത് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതുവിനെ പുറത്തിറക്കിയിരിക്കുകയാണ്. പ്രതിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും. ക്രൂര കൊലപാതകമാണ് പ്രതി നടത്തിയത്. അയൽവാസികളായ 3 പേരെ തലക്കിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിലുമാണ്. അത് മക്കളുടെ മുന്നിലിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. കൂടുതൽ വലിയ പ്രതിഷേധം കോടതിയുടെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായതുകൊണ്ട് തന്നെ പ്രതിയെ കൊണ്ടുപോകുമ്പോൾ വളരെയധികം സുരക്ഷയുണ്ട്. പ്രതിഷേധവുമായി നാട്ടുകാരെല്ലാവരും തന്നെ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അവരുടെ ഒരു ധാർമ്മിക രോഷം അതൊരു പക്ഷേ പ്രതിയെ ഉപദ്രവിക്കാനൊക്കെ റിമാൻഡിൽ എന്നുള്ള വിവരമാണ്, ഏറ്റവും പുതിയ വിവരമാണ് വരുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഋതു റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് ഋതുവിനെ. എന്തായാലും സ്ഥലത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടല്ലോ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്മിത, ഒരു സ്വാഭാവിക പ്രതിഷേധമാണത്. കാരണം 3 ജീവനുകളാണ് നിലവിൽ ഇന്നലെ അയാൾ ഒരു കരുണയുമില്ലാതെ എടുത്തത്. അതിന്റെ ഒരു പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടാകും. കോടതിയിൽ അടിക്കും വലിയ ആളുകൾ തടിച്ചുകൂടിയിരുന്നു ഈ പ്രതിയെ കാണുന്നതിന് വേണ്ടിയിട്ട്. പ്രതിക്കെതിരെ പ്രതിഷേധം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഏറെ പണിപ്പെട്ടാണ് അയാളെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. പോലീസിനെതിരെയും പ്രതിഷേധം ഉണ്ടായിരുന്നു. പോലീസ് പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുത്തി പ്രതിയെ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടില്ല. നാളെ ആയിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക എന്ന് മനസ്സിലാകുന്നു. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. അതിനുശേഷമായിരിക്കും ഇയാളെ ജയിലിലേക്ക് അടക്കം മാറ്റുന്ന നിലപാടിലേക്ക് പോവുക. കസ്റ്റഡി പ്രവിധ കസ്റ്റഡി കൊടുത്തിട്ടില്ല, കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടില്ല. നാളെ മാത്രമേ കസ്റ്റഡി അപേക്ഷയിൽ കൊടുക്കൂ എന്നുള്ളതാണ് വടക്കേക്കര CI അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാടിനെ നടുക്കിയ ഒരു കൊലപാതകം എന്ന് ഉറപ്പിച്ച് പറയാം. ഇതിൽ ഏറ്റവും കഷ്ടം ഈ 6ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ 28-കാരനായ ലഹരിക്കടിമയായ ഒരു തരത്തിലും മാനുഷിക പരിഗണന പോലും അർഹിക്കാത്ത ഇയാൾ ആ കൊലപാതകങ്ങൾ നടത്തിയത്. ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ, ആ കുട്ടികളിൽ നിന്ന് അവരുടെ കരച്ചിലടക്കം നമ്മൾ കണ്ടതാണ്. അയാൾ കുട്ടികൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതം അടക്കം വലിയ പ്രതിസന്ധിയിലാകുന്ന കാഴ്ച, അവരുടെ ഒരു മെന്റൽ ട്രോമയൊക്കെ മനസ്സിലാക്കാവുന്ന, അല്ലെങ്കിൽ അത് ഊഹിക്കുന്നതിനും അപ്പുറത്തേക്കാണ് ആ കാര്യം. കൊടും ക്രിമിനലാണ് ഇയാൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിയമത്തിന്റേതായ ഒരു പരിഗണനയും, മാനസിക രോഗിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവ് ആകുകയാണെങ്കിൽ പോലും അതിന്റെ ഒരു പരിഗണനയും നൽകേണ്ട ഒരാളല്ല ഇയാളെന്നാണ് പൊതുസമൂഹത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളിൽ നിന്നും അടക്കം ഉയരുന്ന ആവശ്യം. കാരണം നേരത്തെയും ഇയാൾക്കെതിരെ സമാനമായ പരാതികൾ ഉയർന്നിരുന്നു. 4 കേസുകളിൽ പ്രതിയാണ്. നിരന്തരം ഇത്തരത്തിൽ ആളുകളുടെ വീട്ടിൽ കയറി പ്രശ്നമുണ്ടാക്കുന്ന ആളാണ്. ഈ വടിയുമായി, അതായത് ഈ ബൈക്ക് സ്റ്റിക്കുമായി ഇതിനു മുൻപ് മറ്റൊരു വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇയാൾക്ക് നിയമത്തിന്റെ ഒരു പരിരക്ഷയും ലഭ്യമാകേണ്ട സാഹചര്യം നിലവിൽ ഇല്ല. അത്തരത്തിലൊരു കൃത്യമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. അതിക്രൂര കൊലപാതകങ്ങൾ, അത് ഒരാളെയല്ല 3 പേരെയാണ് കൊലപ്പെടുത്തിയത്. നമ്മൾ ഈ വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആദ്യം ഇതൊരു സാധാരണ ഒരു അക്രമം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കി. ഒരു വീട്ടിൽ കയറി 4 പേരെ വെട്ടി പരിക്കേൽപ്പിച്ചു എന്നുള്ളതായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത. പിന്നീടാണ് ഈ വാർത്തയുടെ ഒരു ഗ്രാവിറ്റി മാറുന്നത്. ഒരു 10 മിനിറ്റിന് ശേഷം ഈ വാർത്തയിൽ വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു. അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെ ഉദ്ദേശിച്ചാണ് പ്രതി അവിടെ എത്തിയത്. ആദ്യം ഈ വാതിൽ തുറന്ന് പുറത്തേക്കെത്തിയ വിനീഷയെ തലക്കടിക്കുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ വേണുവിനെയും ഉഷയെയും തലക്കടിക്കുന്നു. ജിതിനെ അതിനുശേഷം അടിച്ചു വീഴ്ത്തുകയും ജിതിന്റെ കാലിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതക ശ്രമവും നടത്തിയിരുന്നു. ജിതിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് അയാൾ വന്നത്. ഇപ്പോഴും ഈ കോടതിയിൽ പ്രതിഷേധം തുടരുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കം ഈ ജിതിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ കോടതിയിൽ ഉണ്ടായിരുന്നു. അവർ വലിയ മനോവിഷമത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളുടെ കാര്യമൊക്കെ ഇനി ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങളാണ് നിലവിൽ ഈ പ്രതിക്കെതിരെ ഉയരുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മാനുഷിക പരിഗണനയുടെ ഒരു കണിക പോലും നൽകാൻ പറ്റാത്ത അത്രയും ബ്രൂട്ടലായ കൊലപാതകമാണ് അയാൾ നടത്തിയിരിക്കുന്നതിൽ ഒരു തർക്കവുമില്ല. ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവ് ശേഖരണമാണ്. ഇയാൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇതിനോടകം തന്നെ പ്രാഥമിക തെളിവുകളുടെ ശേഖരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളുടെ ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡി അപേക്ഷ, അല്ലെങ്കിൽ നാളെ കസ്റ്റഡി അപേക്ഷ ഫയൽ ചെയ്യും. തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് ഒരു 10 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോങ്കിലും കസ്റ്റഡിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും വിശദമായ തെളിവെടുപ്പ്, ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവ സ്ഥലത്തെ തെളിവെടുപ്പ് ഒരു വലിയ ശ്രമകരമായ കാര്യമായിരിക്കും. കാരണം ആ
പ്രദേശത്ത് ഇയാൾക്കെതിരെ വലിയ പ്രതിഷേധം ഇരമ്പുന്നുണ്ട്. ഇന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പോലും വളരെ വൈകാരികമായി പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇയാൾ അതായത് ഈ കൊലപാതകം നടന്ന വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ഋതു ജയൻ താമസിക്കുന്നത്. അയാൾ അവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് ഇവരെ കൊലപ്പെടുത്താം, ഇന്ന് ജിതിനെ അടിച്ചു നിരത്ത് വീഴ്ത്തണം എന്നൊരു ചിന്തപ്പാടോടുകൂടി, അല്ലെങ്കിൽ കൊലപ്പെടുത്തണം എന്നൊരു ചിന്തപ്പാടോടുകൂടി തന്നെയാണ് ആ വീട്ടിലേക്ക് കയറി ചെന്നത്. പക്ഷേ ആദ്യം പുറത്തേക്ക് വന്നത് വിനീഷയാണ്. വിനീഷ എന്താണെന്ന് ചോദിക്കുന്ന പാടെ വിനീഷയെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു. അത് അവരും തർക്കിക്കുന്നു. ആ ഘട്ടത്തിൽ കയ്യിൽ കരുതിയിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ച് അവരുടെ തലക്കിട്ട് അടിക്കുകയായിരുന്നു. അതിനുശേഷം അവരെ ഇയാളെ തടുക്കാൻ വേണ്ടി അവിടുത്തെ പ്രായമായ വേണുവും അതോടൊപ്പം തന്നെ ഉഷയും വരുന്നു. ഉഷയും വേണുവിനെയും ആദ്യം തലക്കടിച്ച് വീഴ്ത്തുകയാണ്. ഇത് കണ്ടിട്ടാണ് ജിതിൻ അകത്തുനിന്ന് ഓടി വരുന്നത്. ജിതിനെ തലക്കടിച്ച ശേഷം കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച ജിതിന്റെ തുടയിലടക്കം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതര മുറിവുകളുണ്ട്. നമ്മൾ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. 4 സെന്റിമീറ്ററോളം തലയ്ക്ക് ആഴത്തിൽ മുറിവുണ്ട് എല്ലാവരുടെയും. അങ്ങനെ കൃത്യമായി, അതായത് ഒരു തരത്തിലും അറിയാതെ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു പരിക്കേൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു കാര്യമല്ല, കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്ത കാര്യമാണിത്. അതിലൊരു സംശയവുമില്ല. നിലവിൽ ഈ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പറവൂർ ജയിലിലായിരിക്കും നിലവിൽ മാറ്റിയിരിക്കുന്നത്. ഇനി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും. ഇന്നലെ 6 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ ഈ കൊലപാതകം ഉണ്ടായത്. അത് പുറത്തറിഞ്ഞത് ഒരു 6:45 പുറത്തറിഞ്ഞത്. അതിൽ കൊലപാതകം സ്ഥിരീകരിക്കുന്നത് 7 മണിയോടുകൂടിയാണ്. ഇന്നലെ ഇയാൾ തന്നെ ശരി വിഷ്ണു, വ്യക്തമാണ് അതിക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതി നിലവിൽ റിമാൻഡിലാണ് എന്നുള്ളതാണ്. ഈ കൊലപാതക വാർത്ത പുറത്തു വന്നതിന് ശേഷം തന്നെ വലിയ പ്രതിഷേധം അവിടുത്തെ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. സ്ഥിരം ശല്യക്കാരനായിരുന്നു ഇയാൾക്കെതിരെ 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ് തന്നെ. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കോടതിയെ പോലീസ് അറിയിച്ചിട്ടുമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോടതിയിൽ നിന്ന് വിവരങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകിയത്.